ഹായ് കിഡ്സ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് EVSലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ സ്നേക്ക് ചാമേഴ്സ് സ്റ്റോറി. അതായത് ഈ പാമ്പിനെ കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്യില്ല, അവരുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഐ ആം ആര്യനാഥ്. എൻ്റെ പേര് ആര്യനാഥ് എന്നാണ്. ഐ ക്യാൻ ഡു സംതിങ് സ്പെഷ്യൽ വിച്ച് ഐ എം ഷുവർ നൺ ഓഫ് യു ക്യാൻ ഡു. അതായത് ഈ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ പേര് ആര്യനാഥ് എന്നാണ്. എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആയിരിക്കും പറ്റാത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം എനിക്ക് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ആയിരിക്കും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. ഡു യു നോ വാട്ട്? ഐ ക്യാൻ പ്ലേ ബീൻ. യു മസ്റ്റ് ബി സർപ്രൈസ്ഡ്. അതായത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഐ ക്യാൻ പ്ലേ ബീൻ. ബീൻ എന്ന് വെച്ചാൽ ഈ മകിടിയില്ലേ, പാമ്പിനെയൊക്കെ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാനായിട്ട് ഊതുന്ന സംഭവമാണ് മകിടി. ബീൻ, അതിൻ്റെ ഇംഗ്ലീഷാണ് ബീൻ. ഐ ക്യാൻ പ്ലേ ദാറ്റ്. ആ കുട്ടിക്ക് അത് പ്ലേ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. യു മസ്റ്റ് ബി സർപ്രൈസ്ഡ്. നിങ്ങൾ വളരെ സർപ്രൈസ് ആയി പോയിരിക്കുമല്ലോ. യെസ്, ഐ ക്യാൻ മേക്ക് സ്നേക്സ് ഡാൻസ് ബൈ പ്ലേയിങ് ദ ബീൻ. അതെ, എനിക്ക് പാമ്പിനെ നൃത്തമാടാൻ കഴിക്കും. അതായത് എനിക്ക് പാമ്പിനെ ഡാൻസ് ചെയ്യാൻ കഴിക്കും ഈ ബീൻ പ്ലേ ചെയ്തുകൊണ്ട്. ഐ ഹാവ് ലേൺ ദിസ് ആർട്ട് ഫ്രം മൈ ഫാമിലി മെമ്പേഴ്സ്. ഞാൻ ഈ കല പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഈ കുട്ടി ഈ ആർട്ട് പഠിച്ചത് ആ കുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. വി പീപ്പിൾ ആർ നോൺ ആസ് കാൽബേലിയാസ്. അതായത് ആ കുട്ടിയുടെ ആൾക്കാർ അറിയപ്പെടുന്നത് കാൽബേലിയാസ് എന്നാണ്. മൈ ഗ്രാൻഡ് ഫാദർ റോഷൻ നാഥ്ജി വാസ് ഫേമസ് എമംഗ്സ് അവർ പീപ്പിൾ. എൻ്റെ അപ്പൂപ്പൻ റോഷൻ നാഥ്ജി ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് ഈ കുട്ടിയുടെ അപ്പൂപ്പൻ ഒരു സ്നേക്ക് ചാർമർ ആയിരുന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഹി വുഡ് ഈസിലി ക്യാച്ച് മെനി പോയിസണസ് സ്നേക്സ്. അതായത് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ വിഷമുള്ള നല്ല പാമ്പുകളെ പിടിക്കാൻ പറ്റുമായിരുന്നു. ഹി ടെൽസ് മീ മെനി സ്റ്റോറീസ് അബൌട്ട് ഹിസ് പാസ്റ്റ്. ഈ കുട്ടിയുടെ അപ്പൂപ്പൻ ഈ കുട്ടിയുടെ അടുത്ത് ആ അപ്പൂപ്പൻ്റെ പല കഥകളും, അതായത് കുറേ നല്ല പഴയകാല കഥകളും പറയാറുണ്ടായിരുന്നു. കം ലിസൺ ടു ഹി സ്റ്റോറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. ഈ കുട്ടി പറയുന്നത്, വരൂ എൻ്റെ അപ്പൂപ്പൻ്റെ കഥകൾ അദ്ദേഹം തന്നെ പറയുന്നതായി നിങ്ങൾ കേൾക്കൂ. ദാദാജി റിമെമ്പേഴ്സ്. ദാദാജി ഓർക്കുകയാണ്. ദാദാജി എന്ന് വെച്ചാൽ അപ്പൂപ്പൻ, അതെല്ലാം അറിയാലോ. ഫ്രം ദ ടൈം ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വി ഹാവ് ഓൾവേസ് ബീൻ സപ്പേറാസ് സ്നേക്ക് ചാമേഴ്സ്. അതായത് ഈ കുട്ടിയുടെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടും അപ്പൂപ്പൻ്റെ കാലം തൊട്ടും ഇവരുടെ കുടുംബക്കാർ സ്നേക്ക് ചാമേഴ്സ് ആയിരുന്നു. സപ്പേറാസ് എന്നറിയപ്പെടുന്നത്. അതായത് സ്നേക്ക് ചാമേഴ്സ് എന്ന് വെച്ചാൽ ഈ പാമ്പിനെ മകിടി ഊതി ഡാൻസ് കളിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു. സ്നേക്സ് ഹാവ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. പാമ്പുകൾ എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിരുന്നു. വി യൂസ് ടു മൂവ് ഫ്രം വില്ലേജ് ടു വില്ലേജ് ക്യാരിങ് അവർ സ്നേക്സ് ഇൻ ബാംബു ബാസ്ക്കറ്റ്സ്. അതായത് ഈ കുട്ടി പറയുന്നത്, ഈ കുട്ടിയുടെ ആൾക്കാർ ഗ്രാമങ്ങളും ഇങ്ങനെ കടന്ന് പോകുമായിരുന്നു. ഇവരുടെ പാമ്പുകളെ ഈ ബാമ്പു കൊണ്ടുണ്ടാക്കിയ, അതായത് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലിട്ട് ഗ്രാമങ്ങളോടും കയറി ഇറങ്ങി നടക്കുമായിരുന്നു ഇവരുടെ ആൾക്കാർ. വെനെവർ വി സ്റ്റോപ്ഡ് ഇൻ എ വില്ലേജ് എ ക്രൗഡ് വുഡ് ഗ്യാദർ അറൗണ്ട് അസ്. അതായത് ഇവരെപ്പോൾ ഒരു വില്ലേജിൽ നിർത്തുന്നോ അപ്പോഴൊക്കെ കുറേ ആൾക്കാർ ഒരു ക്രൗഡായിട്ട് ഇവരുടെ അടുത്ത്, അതായത് കൂട്ടം കൂടി ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. വി വുഡ് ദെൻ ടേക്ക് ഔട്ട് അവർ സ്നേക്സ് ഫ്രം അവർ ബാസ്ക്കറ്റ്സ്. പിന്നെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഈ പാമ്പുകളെ അവരുടെ ബാമ്പു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കും. ഈവൻ ആഫ്റ്റർ ദ ഷോ പീപ്പിൾ വുഡ് സ്റ്റേ ഓൺ. അതായത് ഈ ഷോ കഴിഞ്ഞിട്ട്, അതായത് ഈ പാമ്പിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന ഇത് കഴിഞ്ഞിട്ടും ഈ ആൾക്കാർ ഇത് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. They knew that in our tin box there were many types of medicines for them. അതായത് അവർക്ക് അറിയാമായിരുന്നു ഇവരുടെ ചെറിയ ഈ ടിൻ പോലത്തെ ബോക്സുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ട പല ഗുളികകളും മരുന്നുകളും ഉണ്ടായിരുന്നെന്ന് അവർക്ക് അറിയാമായിരുന്നു. വി മെയ്ഡ് ദിസ് മെഡിസിൻസ് ഫ്രം പ്ലാന്റ്സ് കളക്റ്റഡ് ഫ്രം ദ ഫോറസ്റ്റ്. ഇവർ ഈ മരുന്നുകൾ ഉണ്ടാക്കിയിരുന്നത് പ്ലാന്റ്സിൽ നിന്നായിരുന്നു. ഈ കാടുകളിൽ നിന്ന് എടുക്കുന്ന പ്ലാന്റ്സിൽ നിന്നാണ് ഇവർ മരുന്നുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഐ ഹാഡ് ലേൺ ഓൾ ദിസ് ഫ്രം മൈ ഗ്രാൻഡ് ഫാദർ. ഞാനിതെല്ലാം പഠിച്ചത് എൻ്റെ അപ്പൂപ്പനിൽ നിന്നാണ്. ഐ ഫെൽ നൈസ് ദാറ്റ് ഐ വുഡ് ഹെൽപ്പ് പീപ്പിൾ വിത്ത് മൈ മെഡിസിൻസ് ഈവൻ ഇഫ് ഡോക്ടേഴ്സ് ആൻഡ് ഹോസ്പിറ്റൽസ് വെയർ ഫാർ ഓഫ്. അതായത് അതായത് ഈ അപ്പൂപ്പനാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ അപ്പൂപ്പൻ പറയുന്നത്, ഞാനിപ്പോൾ എനിക്ക് വളരെ നന്നായി തോന്നുന്നു, ഇപ്പോൾ ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ പോകാനോ ഡോക്ടറോ അടുത്തില്ലെങ്കിൽ ഈ അപ്പൂപ്പൻ തന്നെ ഈ മെഡിസിൻ ഇവർക്ക് കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ അപ്പൂപ്പന് അതിൽ എന്തോ നല്ലത് തോന്നിയിരുന്നു എപ്പോഴും ചെയ്യുമ്പോൾ. ഇൻ റിട്ടേൺ പീപ്പിൾ വുഡ് ഗീവ് us some money or food grains. അതായത് ഈ ആൾക്കാർ അപ്പോൾ ഇതിന് പകരമായി കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ പൈസ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ധാന്യങ്ങളിൽ, ഈ ഫുഡ് ഗ്രെയിൻസ് എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, അതായത് ഇപ്പോൾ കടല, പരിപ്പ്, അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അരി, അതൊക്കെ കൊടുക്കുമായിരുന്നു. ഇൻ ദിസ് വേ വി വുഡ് മാനേജ് അവർ ലൈഫ്. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. സംടൈംസ് ഐ വാസ് കോൾഡ് ടു പ്ലേസസ് വെയർ സമ്മൺ ഹാഡ് ബീൻ ബിറ്റൻ ബൈ സ്നേക്സ്. ചില സമയങ്ങളിൽ എന്തോ പറ്റുമെന്ന് വെച്ചാൽ ചില ആൾക്കാർ വിളിക്കുക, അതായത് പാമ്പ് കടിച്ചിട്ടുള്ള ചില ആൾക്കാർ ഈ അപ്പൂപ്പനെ വിളിക്കുമായിരുന്നു. ഫ്രം ദ മാർക്സ് ഓഫ് ദ ബൈറ്റ് ഐ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വിച്ച് സ്നേക്സ് ഹാഡ് ബിറ്റൻ ദ പേഴ്സൺ. അതായത് പാമ്പ് കടിച്ചു കഴിയുമ്പോൾ ഒരു പാട് വരുമല്ലോ, ആ പാട് നോക്കി ഏത് പാമ്പാണ് കടിച്ചതെന്ന് പുള്ളി കണ്ടുപിടിക്കുമായിരുന്നു. ഐ വുഡ് ദെൻ ഗീവ് എ മെഡിസിൻ ഫോർ ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനൊരു മരുന്ന് കൊടുക്കും. ബട്ട് ഐ ഹാവ് നോട്ട് ഓൾവേസ് ബീൻ ഓൺ ടൈം ടു ഹെൽപ്പ്. പക്ഷേ എനിക്ക് എപ്പോഴും സമയത്ത് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ആസ് യു നോ സം സ്നേക്ക് ബൈറ്റ്സ് ക്യാൻ ഈവൻ കോസ് ഡെത്ത് ഓൺ ദ സ്പോട്ട്. അതായത് നിങ്ങൾക്കറിയാലോ, ചില പാമ്പ് കടിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ മരിച്ചു പോകും. നമുക്ക് സമയം കിട്ടില്ല, ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മരിച്ചു പോകും. ബട്ട് മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോട്ട് പോയിസണസ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ
അതായത് മോസ്റ്റ് ഓഫ് ദ സ്നേക്സ്, മിക്ക പാമ്പുകളും വിഷമുള്ളതല്ല. സംടൈംസ് when some farmers would come running for help shouting snake snake, I would catch that snake. ചില സമയങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ചില ഈ കർഷകർക്ക് ഇങ്ങനെ ഓടിക്കൊണ്ട് വരുമായിരുന്നു, പാമ്പെന്ന് ഭയങ്കര ഒച്ചത്തിൽ വിളിച്ച് ഓടിക്കൊണ്ട് വരുമ്പോൾ അപ്പൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ പാമ്പിനെ അവർക്ക് പിടിച്ചു കൊടുക്കുമായിരുന്നു. ആഫ്റ്റർ ഓൾ ക്യാച്ചിങ് സ്നേക്സ് വാസ് സംതിങ് ഐ ഹാഡ് ബീൻ ഡൂയിങ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എന്താണെന്ന് വെച്ചാൽ ഈ പാമ്പിനെ പിടിക്കുന്നത് ഈ അപ്പൂപ്പൻ എന്തായാലും ചെറുപ്പം തൊട്ടേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ അതൊരു വലിയ കാര്യമല്ലായിരുന്നു. ദോസ് വെയർ ഗുഡ് ഡേയ്സ്. അത് ഭയങ്കര നല്ല ദിവസങ്ങളായിരുന്നു പണ്ടത്തത്. വി വുഡ് ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മെനി വേയ്സ്. അതായത് ഇവർ കുറേ ആൾക്കാരെ കുറേ രീതികളിൽ സഹായിക്കുമായിരുന്നു. വി ഓൾസോ എൻ്റർടൈൻ ദം. ഞങ്ങൾ അവരെ എൻ്റർടൈൻ ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങളെ രസിപ്പിക്കുമായിരുന്നു. ഈ മഗ്ഡി ഊതിയും പാമ്പിന് ഡാൻസ് കളിപ്പിച്ചൊക്കെ അവരെ ഒന്ന് രസിപ്പിക്കുമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ടുഡേ വെൻ എവറി വൺ വാച്ചസ് ടി വി ഫോർ എൻ്റർടൈൻമെൻറ്റ്. അതായത് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഈ ടി വി മൊബൈലൊക്കെ ഇരുന്ന് കാണുന്നത് പോലെയല്ല. പണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ടാണ് എൻ്റർടൈൻ ആയിക്കൊണ്ടിരുന്നത്. വെൻ ഐ ഗ്രൂ ഓൾഡർ മൈ ഫാദർ ടോൾഡ് മീ ഹൗ ടു റിമൂവ് ദെയർ പോയിസണസ് ടീത്ത്. അതായത് ഈ അപ്പൂപ്പൻ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അപ്പൂപ്പൻ്റെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പാമ്പിൻ്റെ, അതായത് ഈ വിഷമുള്ള പാമ്പിൻ്റെ പല്ലെങ്ങനെ ഊരിയെടുക്കാം എന്ന് കാണിച്ചു കൊടുത്തു. ഹി ഓൾസോ തോട്ട് മീ ഹൗ ടു ക്ലോസ് ദ ട്യൂബ് ഓഫ് പോയിസൺ ഇൻ ദ സ്നേക്സ് മൗത്ത്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേറെന്ത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ഈ പാമ്പിൻ്റെ ഉള്ളിൽ വിഷം വരുന്ന ഒരു സംഭവം ഉണ്ടാകും, അതെങ്ങനെ അടക്കാമെന്നും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. തിങ്ക് ആൻഡ് ടെൽ. ഹാവ് യു എവർ സീൻ എനിവൺ പ്ലേയിങ് എ ബീൻ വെയർ? അതായത് ചോദിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല മഗ്ഡി പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ ഒരു സംഭവം ഒത്തൂല, അതാണ് ഈ ബീൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെ? ഹാവ് യു എവർ സീൻ എ സ്നേക്ക് വെയർ? നിങ്ങൾ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടോ? എവിടെ? വെയർ യു സ്കേർഡ് ബൈ ഇറ്റ്? വൈ? നിങ്ങൾ പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ചോ? പേടിച്ചെങ്കിൽ എന്തുകൊണ്ട് പേടിച്ചു? ഡു യു തിങ്ക് ഓൾ സ്നേക്സ് ആർ പോയിസണസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ പാമ്പും വിഷമുള്ളതാണെന്ന്? In chapter 1 you read that snakes do have ears which you can see. Can the snake hear the bean or does it dance when the bean moves? What do you think? അതിവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാപ്റ്റർ 1 പഠിച്ചു സ്നേക്സിന് ചെവി ഇല്ല എന്ന് പഠിച്ചു. അപ്പോൾ എങ്ങനെ ശരിയാവും? ബീൻ ഊതുമ്പോൾ സ്നേക്സ് എങ്ങനെ കേൾക്കുമോ ഇല്ലെങ്കിൽ എങ്ങനെയാണത് ഡാൻസ് കളിക്കുന്നത്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ സ്നേക്സിന് ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റും. അവരുടെ നാക്കുകൊണ്ടാണ് സ്നേക്സ് ഒക്കെ സെൻസ് ചെയ്യുന്നത്. പാമ്പ് സെൻസ് ചെയ്യുന്നത് അവരുടെ നാക്കുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നാക്ക് കൊണ്ടിട്ടാണ് ഇവർ ശരിക്കും, ഈ പാമ്പൊക്കെ നാക്ക് എപ്പോഴും പുറത്തിരുന്നിട്ടില്ല ഇങ്ങനെ. അതെന്തിനാണെന്ന് വെച്ചാൽ ചുറ്റുവട്ടങ്ങളൊക്കെ സെൻസ് ചെയ്യാനാണ്. ശരിക്കും അങ്ങനെയാണ്. ഈ പാമ്പിന് ചെവി കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബീൻ ഊതണം കൊണ്ടല്ല, ഈ ബീനിൻ്റെ മോഷൻ കൊണ്ടും ഇവർ പുറത്ത് വിടുമ്പോൾ ഈ ഒരു ശബ്ദം വരില്ല. അപ്പോൾ ഈ പാമ്പിന് സെൻസ് ചെയ്യാൻ പറ്റി നാക്കുകൊണ്ട്. അങ്ങനെയാണ് ഈ പാമ്പ് ശരിക്കും അറിയുന്നത്. ബീൻ ഇങ്ങനെ ആടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തലയാട്ടുന്നത്. വാട്ട് ക്യാൻ വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആര്യനാഥ്. യുവർ ഫാദർ യൂസ് ടു ട്രാവൽ വിത്ത് മീ എവർ സിൻസ് ഹി വാസ് എ യങ് ചൈൽഡ്. ഇത് അപ്പൂപ്പൻ പറയുന്നത് ഈ ആര്യനാഥിൻ്റെ അച്ഛനുണ്ടല്ലേ, ആര്യനാഥിൻ്റെ അച്ഛൻ ഈ അപ്പൂപ്പൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഹി ലേൺ ടു പ്ലേ ദ ബീൻ വിത്തൗട്ട് ബീങ് തോട്ട്. അതായത് ഈ ആര്യനാഥിൻ്റെ അച്ഛൻ ഈ മഗ്ഡി പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ വായിക്കാൻ പഠിച്ചു. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഈ സമയത്തൊക്കെ അത് പാടാണ്. നൗ ദ ഗവൺമെൻറ് ഹാസ് മെയ്ഡ് എ ലോ ദാറ്റ് നോ വൺ ക്യാൻ ക്യാച്ച് വൈൽഡ് ആനിമൽസ് ആൻഡ് കീപ് ദം. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ ലോ ഇറക്കിയത് എന്താണെന്ന് വെച്ചാൽ ആയിരിക്കും വൈൽഡ് ആനിമൽസിനെ പിടിക്കാൻ സാധിക്കില്ല. കാട്ടിലുള്ള ജീവികളെ പിടിച്ച് അതിനെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പാടില്ല എന്നൊരു നിയമം ഇറക്കി. സം പീപ്പിൾ കിൽ ദ ആനിമൽസ് ആൻഡ് സെൽ ദെയർ സ്കിൻ അറ്റ് ഹൈ പ്രൈസ്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ തൊലിയില്ല, അതിൻ്റെ സ്കിന്നെടുത്ത് വലിയ വിലക്ക് വിൽക്കും. അങ്ങനെ കേട്ടില്ലേ? ഈ പുലിയുടെ സ്കിന്നെ, അതുപോലെ ആനയുടെ, അതുപോലെയൊക്കെ എടുത്ത് ആൾക്കാർ കുറേ വിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് അതൊക്കെ ബാൻ ചെയ്തു. സോ ദേ മെയ്ഡ് എ ലോ അഗെയിൻസ്റ്റ് ദിസ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെതിരെ ഒരു ലോ ഉണ്ടാക്കി. നൗ വിത്ത് ദിസ് ലോ ഹൗ വിൽ വി ഏൺ അവർ ലൈവ്ലിഹുഡ്? അതിപ്പോൾ ഈ ഇങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് പൈസ കണ്ടെത്തും? വി പീപ്പിൾ ഹാവ് നെവർ കിൽ സ്നേക്സ് ആൻഡ് സോൾഡ് ദെയർ സ്കിൻ. നമ്മുടെ ആൾക്കാർ ഒരിക്കലും പാമ്പിനെ കൊന്ന് അതിൻ്റെ സ്കിന്നൊന്നും വിറ്റിട്ടില്ല. പീപ്പിൾ സേ ദാറ്റ് വി കീപ് ദ സ്നേക്സ് ഇൻ ബാഡ് കണ്ടീഷൻസ്. ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പാമ്പുകളെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്, കൊള്ളൂലാത്ത കണ്ടീഷനിലാണ് പാമ്പുകളെ സൂക്ഷിക്കുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇഫ് വി വാണ്ടഡ് വി കുഡ് ഹാവ് ഏൺഡ് എ ലോട്ട് ഓഫ് മണി ബൈ കില്ലിംഗ് സ്നേക്സ്. നമുക്ക് വേണമെങ്കിൽ പാമ്പുകളെ കൊന്ന് വളരെ നല്ലധികം പൈസ ഉണ്ടാക്കാമായിരുന്നു. ബട്ട് വി വുഡ് നെവർ ഡു ദാറ്റ്. പക്ഷെ നമ്മളത് ഒരിക്കലും ചെയ്യില്ല. സ്നേക്സ് ആർ അവർ ട്രഷർ ദാറ്റ് വി പാസ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഈ പാമ്പ് നമ്മുടെ നിധിയാണ്. ആ നിധി നമ്മൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്നു. വി ഈവൻ ഗിവ് സ്നേക്സ് ടു അവർ ഡോട്ടേഴ്സ് വെൻ ദേ ഗെറ്റ് മാരീഡ്. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ പെൺമക്കൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് പാമ്പുകളെ ഗിഫ്റ്റായിട്ട് വരെ ഇവർ കൊടുക്കുമായിരുന്നു. ഇൻ അവർ കാൽബേലിയ ഡാൻസ് വി ഓൾസോ ഹാവ് മൊമെന്റ്സ് സിമിലർ ടു ഡാൻസ് ഓഫ് ദ സ്നേക്സ്.
അതായത് ഇവരുടെ ഒരു ഡാൻസ് ഉണ്ട്, കാൽബേലിയ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മാത്രമായിട്ടുള്ള ഡാൻസ് ഉണ്ട്. ആ ഡാൻസിൽ എന്താണെന്ന് വെച്ചാൽ പാമ്പുകളുടെ ഡാൻസിനോട് സിമിലാരിറ്റി ഉള്ള സാമ്യമുള്ള ഡാൻസും ഇവർ ചെയ്യും. ആര്യനാഥ്, യു വിൽ ഹാവ് ടു മേക്ക് എ ഡിഫറെൻറ്റ് ലൈഫ് ഫോർ യുവർ സെൽഫ്. അത് ഈ അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ആര്യനാഥിനോട് അവന് വേണ്ടി വേറൊരു ജീവിതം കണ്ടെത്തണം, അതായത് വേറെ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവന് വേണ്ടിയിട്ട് കണ്ടെത്തണം. യു ഹാവ് ഗോട്ട് യുവർ ഫാദേഴ്സ് ഗിഫ്റ്റ് ഓഫ് പ്ലേയിങ് ദ ബീൻ. ഈ ആര്യനാഥിന് അവൻ്റെ അച്ഛനെ പോലെ തന്നെ ഈ മകിടി ഊതാനുള്ള നല്ലൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. യു ആൻഡ് യുവർ കസിൻസ് ക്യാൻ ഫോം എ ബീൻ പാർട്ടി ആൻഡ് എൻ്റർടൈൻ പീപ്പിൾ. നിനക്ക് നിന്റെ കസിൻസിനൊക്കെ ഒരു ബീൻ്റെ പാർട്ടി, അതായത് ഈ മകിടി ഊതുന്ന പാർട്ടി ഉണ്ടാക്കി ആൾക്കാരെ രസിപ്പിക്കാൻ കഴിയും. ബട്ട് ഡു നോട്ട് വേസ്റ്റ് ദിസ് നോളജ് അബൌട്ട് സ്നേക്സ് യു ഹാവ് ഗോട്ടൺ ഫ്രം യുവർ എൽഡേഴ്സ്. അപ്പം ഈ അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എൽഡേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഗുണങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ഷെയർ യുവർ നോളജ് അബൌട്ട് സ്നേക്സ് വിത്ത് ചിൽഡ്രൻ ഹു ലീവ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. ഈ നോളജ് എല്ലാം, ഈ പാമ്പിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം സിറ്റിയിലും ടൗണിലൊക്കെ ജീവിക്കുന്ന കുട്ടികളോട് പങ്കുവയ്ക്കണം. ടെൽ ദം ദാറ്റ് ദേ ഷുഡ് നോട്ട് ബി സ്കെയർഡ് ഓഫ് സ്നേക്സ്. അവരോട് പറയണം പാമ്പിനെ ഒരിക്കലും പേടിക്കാൻ പാടില്ല എന്ന് പറയണം. ഹെൽപ്പ് ദം ടു റെക്കഗ്നൈസ് പോയ്സണസ് സ്നേക്സ്. അതായത് വിഷമുള്ള പാമ്പിനെയൊക്കെ കണ്ടുപിടിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ടെൽ ദം ഹൗ സ്നേക്സ് ആർ ഫ്രണ്ട്സ് ടു ദ ഫാമേഴ്സ്. അവരോട് പറയണം പാമ്പ് എങ്ങനെയാണ് ഈ കർഷകരുടെ സുഹൃത്ത് ആകുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ദേ ഈറ്റ് ദ റാറ്റ്സ് ഇൻ ദ ഫീൽഡ്, അതർവൈസ് ദ റാറ്റ് വുഡ് ഈറ്റ് ദ ക്രോപ്പ്. ഈ പാമ്പ് എന്ത് ചെയ്യുന്നു, ഈ പാമ്പ് കർഷകരെ എങ്ങനെ സഹായിക്കുമെന്ന് വെച്ചാൽ ഈ പാമ്പ് ഈ കൃഷി സ്ഥലത്തുള്ള എലിയനെയൊക്കെ കൊന്നു തിന്നും. അല്ലാന്ന് വെച്ചാൽ ഈ എലികളെല്ലാം വന്ന് ഈ കൃഷി മൊത്തം നശിപ്പിക്കുന്നതുകൊണ്ട് നശിപ്പിച്ച് കളയില്ല. അതുകൊണ്ട് ഈ പാമ്പ് ഫാർമേഴ്സിന് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ, ഈ റാറ്റിനെയൊക്കെ, അതായത് ഈ എലികളെയൊക്കെ കൊന്ന് ഈ ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. നൗ ടെൽ അവർ സ്റ്റോറി. നൗ യു ടെൽ അവർ സ്റ്റോറി. ഓൾസോ മേക്ക് എ ന്യൂ സ്റ്റോറി ഓഫ് യുവർ ലൈഫ് ടു ടെൽ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ. അതായത് ഇപ്പോൾ അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നിന്റെ കഥ പറയൂ, അല്ല ഇനി നമ്മുടെ കഥ പറയൂ. ഓൾസോ മേക്ക് എ ന്യൂ സ്റ്റോറി ഫോർ യുവർ ലൈഫ്. അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിന് ഇനി പുതിയൊരു കഥ ഉണ്ടാക്കൂ. അതായത് ഇനി നിന്റെ വരുന്ന തലമുറയോട് പറയാൻ ഇനി നീ ഒരു പുതിയ കഥ ഉണ്ടാക്കും. അപ്പോൾ ഓക്കെ ഗൈഡ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെയാണ്. അത് നിങ്ങൾ ചാപ്റ്റർ മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഇനി അത് ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ബൈ.